എല്ലാവർക്കും നമസ്കാരം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ ദൃഷ്ടിദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക, അതിന് പരിഹാരം എന്താണ് എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം പണ്ട് മുതലേ നമ്മളുടെ വീട്ടിലൊക്കെ പഴയ ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വളരെ ലളിതമായിട്ടുള്ളൊരു രീതിയാണ് ഉപ്പും മുളകും വെച്ച് ദൃഷ്ടിദോഷം വരാണ്ടിരിക്കാൻ കുട്ടികളെ ഒഴിഞ്ഞ് കളയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. കുറച്ച് ഉപ്പ്, പിന്നെ ഈ വറ്റൽ മുളക്, അങ്ങാടി മുളകൊക്കെ എടുത്ത് നമ്മൾ കുട്ടികളെ ഒഴിഞ്ഞ് അത് കത്തിച്ച് കളയുന്നൊരു രീതിയുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ബാധിച്ചിട്ടുള്ള ദൃഷ്ടി മുഴുവൻ ഇല്ലാതായി പോകും. അതുകൂടാതെ തന്നെ കുട്ടികൾക്ക് കറുത്ത പൊട്ട് കവിളിലൊക്കെ തൊടിയിക്കുന്നത് കണ്ടിട്ടുണ്ട്. പലരും വിചാരിക്കും ഇതൊരു അലങ്കാരമായിട്ടോ അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ടോ ചെയ്യുന്നതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയെ അങ്ങനെയൊക്കെ തൊടിയിക്കുന്നത് കുട്ടിയുടെ ശരീരത്തിലേക്ക് ദൃഷ്ടിദോഷം പതിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഈ ദൃഷ്ടിദോഷമുള്ള ആൾക്കാർ കുട്ടിയെ കാണുമ്പോൾ തന്നെ ഈ പൊട്ടിലേക്ക് അല്ലെ കറുത്ത പൊട്ടിലേക്കൊക്കെ അവരുടെ ദൃഷ്ടി പോകുമ്പോൾ ആ ദോഷത്തിൻ്റെ കാഠിന്യം കുറയുകയും കുട്ടിക്ക് അപകടം വരാണ്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഉപ്പും മുളകും വെച്ച് ഒഴിഞ്ഞ് കളയുന്ന രീതിയുണ്ട്, കറുത്ത കുറി തൊടിയിക്കുന്ന രീതിയുണ്ട്, കറുത്ത പൊട്ട് തൊടിയിക്കുന്ന രീതിയുണ്ട്, കറുത്ത ചരട് കെട്ടുന്ന രീതിയുണ്ട്. അങ്ങനെ ഒരുപാട് രീതികൾ ദൃഷ്ടിദോഷം വരാതെ നിൽക്കാൻ വേണ്ടി പണ്ട് മുതലേ ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ്. കുട്ടികൾക്കും അല്ലെങ്കിൽ എന്താ പറയുക, വീട്ടിലേക്കൊക്കെ ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുകയും പഞ്ചാക്ഷര മന്ത്രം ജപിക്കുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും വരാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധി ഐശ്വര്യമൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.